എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീഷ് കുമാർ ആറ്റിങ്ങൽ. അപ്പോൾ നമുക്കിന്ന് PSC ഹെഡ്ലൈൻ്റെ അടുത്ത വീഡിയോയിലേക്ക് പോകാം. നേരെ അങ്ങ് വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ലോഡ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എൽ സീരീസ് MCB? ഈ നമ്മൾ MCBയിലെ എൽ സീരീസ് MCBs. അപ്പോൾ ഈ എന്താണ് എൽ എന്ന സംശയം വരുന്നില്ല. നമ്മുടെ വീട്ടിലേക്ക് DB ഒക്കെ തുറന്നു നോക്കിയാൽ അതിനകത്ത് B എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ കുറേ ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിലൊരു സീരീസ് നടന്നു നോക്കുന്നത്. അപ്പം മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ അല്ലെങ്കിൽ MCB എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓവർലോഡ് ഫ്യൂസിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്താ ഡിഫറൻസ് എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഫ്യൂസും നമ്മൾ MCB തമ്മിലുള്ള ഡിഫറൻസ്? ഫ്യൂസ് എന്താണ് നമ്മൾ മാനുവലി ഓപ്പറേറ്റഡ് ആണ്. ചിലപ്പോൾ നമ്മൾ അറിയാത്ത ആൾക്കാരാണെങ്കിലും അതിന്റെ കനം കൂട്ടി, കമ്പിയുടെ കനം കൂട്ടി നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ട് എല്ലാം ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. MCB എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമുക്ക് നോർമലി അത് സെൻസ് ചെയ്ത് എന്താണ് ഫാൾട്ട്, ആ ഫാൾട്ട് റെക്ടിഫൈ ചെയ്താൽ മാത്രമേ പിന്നെ അത് ഓൺ ആവുള്ളൂ. അപ്പോൾ ഇവിടെ ടൈപ്പ് B എന്ന് പറയുന്നത് ഫാസ്റ്റ് ട്രിപ്പിംഗ് ഫോർ റെസിഡൻഷ്യൽ, നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളാണ്. പെട്ടെന്ന് അപകടങ്ങൾ സംഭവിക്കാതെ പെട്ടെന്ന് ട്രിപ്പ് ആവേണ്ട സാധനങ്ങളാണ് ടൈപ്പ് B. അടുത്ത ടൈപ്പ് C എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ ആയിട്ടുള്ള മീഡിയം റേഞ്ചിൽ, അതായത് അത് കുറച്ചുകൂടെ ഇതായിട്ട് ട്രിപ്പ് ആവുന്ന സാധനമാണ്, മോഡറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. അടുത്ത ടൈപ്പ് D എന്ന് പറയുന്നത് വളരെ സ്ലോ ട്രിപ്പിംഗ്, ഇൻഡസ്ട്രീസിനകത്തുള്ള ഉപയോഗിക്കുന്ന ഹൈ സർജുകളിൽ. അപ്പം നമുക്ക് കൂടുതൽ നമുക്ക് എന്താണ് വളരെ സ്റ്റാർട്ടിങ് കറണ്ടൊക്കെ ഹൈ ആയിട്ട് വരുന്ന സ്ഥലങ്ങളിൽ പെട്ടെന്ന് ട്രിപ്പായി പോവാതെ, സ്റ്റാർട്ടിങ് കറണ്ട് ഇനിഷ്യൽ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ അതുപോലെ ആവുന്നതാണ്, കുറയുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ട്രിപ്പിംഗ് ആവാതെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്തത് ടൈപ്പ് K മോട്ടോഴ്സ് ആണ്. മോട്ടോഴ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ടൈപ്പ് Z ആണ്. Z എന്നുള്ളത് വളരെ നമ്മളെ ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കമ്പോണൻസുകൾക്ക് വേണ്ടി, ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. മെഡിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇനി നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ടൈപ്പ് L ഏതാണെന്നാണ്. ടൈപ്പ് L എന്നുള്ള റെസിസ്റ്റീവ് ലോഡ്സ് ആണ്. അതായത് നമ്മുടെ ഗീസർ, ഹാൻഡ് ബോക്സ് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെയുള്ള ഉപയോഗിക്കാറ്, നമ്മളെല്ലാം B തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയല്ല. ഇപ്പോൾ ടൈപ്പ് L എന്ന് പറയുന്നത് റെസിസ്റ്റീവ് ലോഡ്സിന് വേണ്ടി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സൈസ് ഓഫ് എ ന്യൂട്രൽ കണ്ടക്ടർ കമ്പയർഡ് ടു ദ ഫേസ് കണ്ടക്ടർ ഇൻ UG കേബിൾ? UG കേബിൾ എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം, അണ്ടർഗ്രൗണ്ട് കേബിൾ, XLPE, ക്രോസ് ലിങ്ക്ഡ് പോളി അത്ലീറ്റ് കേബിൾസ് ആണ്. ഇത് ശരിക്കും നമുക്ക് എത്ര ടൈപ്പ് ഉണ്ടെന്ന് നോക്കാം. 3 ടൈപ്പാണ് നമ്മൾ സാധാരണ XLPE ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ടൈപ്പ് എന്നുള്ളത് 3 കോർ കേബിൾസ്. നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള, അതായത് 3 കണ്ടക്ടർ ഒരേ സൈസ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് ഒരേ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ലോഡുകളിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അടുത്തെന്ന് പറയുന്നത് 3.5 കോർ കേബിൾസ് ആണ്. സ്റ്റാൻഡേർഡ് യൂസ് കേബിൾസ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സാധനം ഇതാണ്. ബാലൻസ്ഡ് ലോഡ് വിത്ത് സിമ്പിൾ ലൈറ്റിംഗ് സർക്യൂട്ട്. ഇൻഡസ്ട്രി അങ്ങനെയുള്ള 3 ഫേസ് ലോഡുകൾ കൂടുതലും, അല്ലെങ്കിൽ സിംഗിൾ ഫേസ് ലോഡുകൾ കുറച്ചും കൂടെ അതിനകത്ത് ആഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ സാധനം ഉപയോഗിക്കും. അടുത്തത് ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 4 കോർ കേബിൾസ്. 4 കേബിളിന് ഒരേ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ആയിരിക്കും. അവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഈ വലിയ വലിയ ബിൽഡിങ്ങുകൾ, സിംഗിൾ ഫേസ് ലോഡുകൾ മാത്രം ഉപയോഗിക്കുന്ന 3 ഫേസ് ഇൻസ്റ്റലേഷനുകളിലാണ് നമുക്ക് ഈ പറഞ്ഞ 4 കോർ കേബിൾസ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി Q? നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സാധനമാണ്. എങ്കിൽ പോലും നമ്മളെ PSCക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളെ വട്ടാക്കുന്നുണ്ട്. അപ്പോൾ കറണ്ട് ഇൻറ്റു ടൈം എന്നാണ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ. അതായത് ചാർജ് Q = IT. Q = IT നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂണിറ്റ്സ് ഓഫ് റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി? റെസിസ്റ്റൻസിന്റെയും റെസിസ്റ്റിവിറ്റിയുടെയും കണ്ടക്ടിവിറ്റിയുടെയും യൂണിറ്റ് എന്താണെന്നാണ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. പക്ഷേ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഓം ആണ്. പക്ഷേ റെസിസ്റ്റിവിറ്റി ആകുമ്പോൾ ഓം മീറ്റർ ആയിട്ട് മാറും. അതേസമയം കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് മോയാണ്, മോ മീറ്റേഴ്സ് ആണ്. അപ്പൊ എന്താണ്? സിമൻസ് പെർ മീറ്റർ ഓർ മോസ് മീറ്റേഴ്സ് ആണ് പറയുന്നത്. ഇതിന്റെ റിലേഷൻ എന്ന് പറയുന്നത് മെറ്റീരിയൽ വിത്ത് ഹൈ റെസിസ്റ്റിവിറ്റി ഹാസ് ലോ കണ്ടക്ടിവിറ്റി ആൻഡ് വൈസ് വെർസ. നേരെ തിരിച്ച് ഒരു മെറ്റീരിയലിൽ ഹൈ റെസിസ്റ്റിവിറ്റിയും ലോ കണ്ടക്ടിവിറ്റിയും, അല്ലെങ്കിൽ നേരെ തിരിച്ചും വരുന്നതാണ് ഇത് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ചേഞ്ച് ഓഫ് റെസിസ്റ്റൻസ് വാല്യൂ ഓഫ് ദ കണ്ടക്ടർ ആസ് ഇറ്റ്സ് ഡയമീറ്റർ ഈസ് ഡബിൾഡ്? ഒരു കണ്ടക്ടറിന്റെ സൈസ് ഡബിൾ ആയാൽ, അതായത് അതിന്റെ ഏരിയ ഡബിൾ ആയാൽ അതിന്റെ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇത് അതിന്റെ 1/4 അല്ലെങ്കിൽ 25% ആയിട്ട് കുറയും ഒറിജിനൽ വാല്യൂവിന്റെ. എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് R = റോ ഇൻറ്റു L/A എന്നാണ്. റെസിസ്റ്റൻസ് റെസിസ്റ്റിവിറ്റി ഇൻറ്റു ലെങ്ത് ബൈ ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയയുടെ ഇക്വേഷൻ എന്തായിരിക്കും? A = πr². ഇപ്പൊ ഇവിടെ നമുക്ക് എന്താ ഡബിൾ ആയി കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഏതാണ് π × d/2². അപ്പം D ഡബിൾ ആയി കഴിഞ്ഞാൽ 2D ആയിട്ട് മാറിയല്ലേ. 2D ആയിട്ട് മാറിയപ്പോൾ ഏരിയ ഫ്രാക്ടർ എന്നുള്ളത് 4 × 2² എന്നായിട്ട് മാറും. എന്ന് വെച്ചാൽ പുതിയ റെസിസ്റ്റൻസ് പറഞ്ഞാൽ ρL/4A എന്ന് വരും. അതായത് ഇതിന്റെ നേരെ
സാധാ റോയൽ ബൈ എക്ക് പകരം റോയൽ ബൈ 4A ആവുകയാണെങ്കിൽ അതിന്റെ 1/4 ആയിട്ട് കുറഞ്ഞു, അതായത് 25% കുറഞ്ഞു. അപ്പൊ ഇതാണ് ഒരു കണ്ടക്ടറിന്റെ ഏരിയ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. അപ്പൊ നമ്മുടെ ഈ ഹൈ റെസിസ്റ്റൻസ്, നമ്മൾ വലിയ ലൈനിലൊക്കെ കനം കൂടിയ കമ്പി ഇടുന്നത് എന്തിനു വേണ്ടിയിട്ട് എന്ന് ചോദിക്കുന്നതിന്റെ ഒരു കാരണം ഇത് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.